പ്രിയമുള്ളവരെ നമസ്കാരം. ഞാനൊരു പൊതുജനാരോഗ്യ പ്രവർത്തനമായതുകൊണ്ട് ഇന്ന് ആരോഗ്യ സംബന്ധമായൊരു വിഷയം സംസാരിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇന്നത്തെ ദിവസം രാവിലെ എന്താ പറയുക, സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിപ്ലവകരമായൊരു തീരുമാനം ഇന്ന് വന്നിരിക്കുകയാണ്. ഇന്ന് മുതൽ, അതായത് ജൂൺ മാസം 15 മുതൽ കേരളത്തിലെ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും KSRTCയിലെ 3125 ഓർഡിനറി ബസ്സുകളിൽ യാത്രാ സൗജന്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് സ്ത്രീകൾക്ക് ലഭിക്കുന്നൊരു ഔദാര്യമല്ല, മറിച്ച് കേരളീയ സമൂഹം സ്ത്രീകൾക്ക് നൽകുന്ന ഒരു ആദരമാണെന്നാണ്. എത്ര മനോഹരമായൊരു കൺസെപ്റ്റാണ് അതെന്നൊന്ന് മനസ്സിലാക്കുക. നമ്മൾ KSRTCയെക്കുറിച്ച് നമ്മൾ കേട്ട കാലം മുതൽ തന്നെ എന്താണ് KSRTC നഷ്ടം, KSRTCയിലെ കെടുകാര്യസ്ഥത, അങ്ങനെയൊക്കെയാണ്. കേരളത്തിലെ പൊതുഗതാഗത സംവിധാനം രൂപപ്പെടുന്നത് 1938 അന്നത്തെ ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവ് വിദേശത്തൊക്കെ പോയി പഠിച്ചു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പൊതുഗതാഗത സംവിധാനം ആരംഭിച്ചത് 1938. പിന്നീട് നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിലുള്ള KSRTC 1965 ഏപ്രിൽ 1 മുതലാണ് കേരളത്തിൽ പ്രവർത്തനം തുടങ്ങിയത്. ഇന്ന് നമ്മൾ കാണുന്ന KL15, അതായത് KSRTCയുടെ നമ്പർ, അത് തുടങ്ങുന്നത് 1989. എന്തായാലും കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായി KSRTC ലാഭത്തിലായി. ഒരു പരിധിവരെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു. ആ സമയത്താണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് വരുന്നത്. തെരഞ്ഞെടുപ്പ് വരെ സാധാരണ പൊതുജനങ്ങൾക്ക് രാഷ്ട്രീയം പരമായ ചേരുതിരുള്ളൂ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ് ഇവിടെയുള്ള ഓരോ പൗരൻ്റെയും ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ് നടപ്പിലാക്കുന്ന ധീരമായ നല്ല തീരുമാനങ്ങളെ സുമനസ്സാലെ നമ്മൾ കൈയടിക്കണം. ആ ഗവൺമെൻറ് തെറ്റായ രീതിയിൽ പോവുകയാണെങ്കിൽ അതിവിടെ ചോദ്യം ചെയ്യാൻ കേരളത്തിൽ ശക്തമായ ഒരു പ്രതിപക്ഷവുമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊന്നും അതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ല. നമുക്ക് ഇന്ന് നടന്ന ഈ പറയുന്ന സ്ത്രീകൾക്ക് KSRTCയിലെ സൗജന്യ യാത്ര അതൊരു വലിയ സംഭവമാണ്. നമുക്ക് 0 ടിക്കറ്റ് അൺലിമിറ്റഡ് ഹാപ്പിനെസ്, അതായിരിക്കട്ടെ നമ്മുടെ ആപ്തവാക്യം. സന്തോഷം പടരട്ടെ, സൗഹൃദം വളരട്ടെ. ബൈ.